അപ്പൊ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അല്ല, ഗുഡ് ആഫ്റ്റർനൂൺ. ഏകദേശം 12:30 മണിയായിട്ടുണ്ട്. തേർഡ് ഡേ ആണ്. ഇന്ന് വലിയ പ്ലാനുകളൊന്നുമില്ല. ഇവിടെ കുവാ ജെട്ടി എന്ന് പറഞ്ഞ ജെട്ടി ഉണ്ട്, പിന്നെ 2-3 ബീച്ചസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള ദിവസമാണ്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ ഈഗിൾ സ്ക്വയർ ആണ്, അതല്ലെങ്കിൽ കുവാ ജെട്ടി. ലങ്കാവിയുടെ തന്നെ ഏറ്റവും മോസ്റ്റ് ഐക്കോണിക് സിമ്പിളായിട്ടുള്ള ഒരു സ്പേസ് കൂടിയാണ് നമ്മളിന്ന് പോകുന്ന സ്ഥലം. ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല റിസോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ റൈഡ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൈഡാട്ടോ. ഐലൻഡിൻ്റെയും അതുപോലെ തന്നെ കടലിൻ്റെയും ഒക്കെ സൈഡിലൂടെയുള്ള നല്ല മനോഹരമായ യാത്രയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങാനുള്ള പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നേരെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് ലങ്കാവിയിലെ ലാസ്റ്റ് ഡേ ആണ്. നമുക്ക് വലിയ പ്ലാനുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ലങ്കാവിയിൽ തന്നെ, അഥവാ ലങ്കാവി എന്ന് പറയുമ്പോൾ ദ ജെൽ ഓഫ് കെഡ. ഈ ഐലൻഡിൻ്റെ ഹാർട്ടിലാണ് നമ്മൾ ഇന്ന് പോകുന്ന ഈഗിൾ സ്ക്വയർ, അഥവാ മോസ്റ്റ് ഐക്കോണിക് സ്പോട്ട് ഓഫ് ലങ്കാവി എന്നറിയപ്പെടുന്ന ദത്താരൻഡ് ലെങ്ക്. ലങ്കാവിലെ ഏത് ട്രാവൽ ഗൈഡ് ഓപ്പൺ ചെയ്താലും ഫസ്റ്റ് ഇമേജ് നിങ്ങൾ കാണുന്നത് ഇത് തന്നെയാവും, ഒരു മാസീവ് റെഡിഷ് ബ്രൗൺ ഈഗിൾ. ഇന്ന് നമ്മൾ അവിടെയുള്ള കാഴ്ചകൾ കാണാനാണ് പോകുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഏകദേശം ഒരു 1/2 hour ഡ്രൈവ് വരുന്നുണ്ട്. എല്ലാ റോഡും വളരെ രസമുള്ള റോഡാണ് കേട്ടോ. ഈ ലങ്കാവിയിലൂടെയുള്ള റൈഡ് ചെയ്യുന്ന എക്സ്പീരിയൻസ് അത് വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. സ്മൂത്തായിട്ടുള്ള റോഡും കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയറും, അതുപോലെ ഓരോ കോർണറിലും ഒരു പോസ്റ്റ് കാർഡ് വ്യൂ പോലെ തോന്നുന്ന, ഒരു പോസ്റ്റ് കാർഡ് വൈബ് തരുന്ന ഒരു ഡ്രൈവ് തന്നെയാണ്. കടലിൻ്റെ സൈഡിലൂടെ പോകുമ്പോൾ ഫീൽ ചെയ്യുന്ന ആ കാറ്റും പിന്നെ ഒരു പ്യുവർ ഹാപ്പിനെസ് തന്നെയാണ്. നമ്മൾ ഏകദേശം ടൗണിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. ടൗണൊക്കെ കണ്ടു തുടങ്ങി. ഇത് കമ്പാരിറ്റീവ്ലി ലങ്കാവിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ നിന്ന സ്ഥലത്ത് നിന്ന് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ക്രൗഡഡ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. നമ്മൾ കുവാ ടൗണിലേക്ക് എത്തുന്നതോട് കൂടിയിട്ട് ഈ ട്രാഫിക് കുറച്ച് ഇൻക്രീസ് ആവും. എന്നാലും പീസ്ഫുൾ ആയിട്ടുള്ളൊരു സിറ്റി വൈബ് തന്നെയാണ്. അപ്പോൾ വെൽക്കം ടു ഈഗിൾ സ്ക്വയർ ലങ്കാവി. ഈ ഹ്യൂജ് റെഡിഷ് ബ്രൗൺ ഈഗിൾ ലങ്കാവിയുടെ ഐഡന്റിറ്റി ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ ലങ്ക് എന്ന് പറഞ്ഞാൽ ഈഗിൾ എന്നും കാവി എന്ന് പറഞ്ഞാൽ റെഡിഷ് ബ്രൗൺ സ്റ്റോൺ എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ലങ്കാവി എന്ന പേര് ഇറ്റ്സെൽഫ് മീൻ ദ ലാൻഡ് ഓഫ് ദ റെഡിഷ് ബ്രൗൺ ഈഗിൾ. അത് കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് നമ്മൾ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായ രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തൊരു സ്പേസാണ് കേട്ടോ. ഇതാ നമ്മുടെ മുന്നിലുള്ളതാണ് ഈഗിൾ. അത് വളരെ ഹ്യൂജാണ്. കടലിലേക്ക് നോക്കി നിൽക്കുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വലിയ ഈഗിൾ തന്നെയാണത്. ആദ്യമായി കാണുന്നവർക്കൊക്കെ നല്ല രസമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഈ സ്ക്വയർ ഏകദേശം 1996 ഓപ്പൺ ചെയ്തത്. അന്ന് തൊട്ട് ലങ്കാവിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നൊരു ലാൻഡ്മാർക്ക് കൂടിയാണ് ഇത്. ഇതൊരു വാട്ടർ ഫ്രണ്ടിൽ നിന്ന് കടൽക്കാറ്റ് കൊണ്ട് ഇങ്ങനെ കാണുമ്പോഴുള്ളൊരു പീസ് ഉണ്ടല്ലോ, അത് അൺമാച്ച്ഡ് ആണ്. അത് വേറെ ഒന്നിനും തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഈഗിൾ സ്ക്വയറിൽ ഒരു കാം വൈബുണ്ട്. ഫൗണ്ടെയിൻസ്, ടൈൽഡ് പാത്വേ, പിന്നെ ബ്ലൂ വൈറ്റ് സ്ട്രക്ചർ സറൗണ്ടിങ് ഇറ്റ്. നിങ്ങൾ ഈവനിങ്ങിലൊക്കെ വരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. അൺഫോർച്ചുനേറ്റ്ലി നമുക്കിതിൻ്റെ ബ്യൂട്ടി എത്രത്തോളം ഉണ്ടെന്ന് അറിയാത്തതുകൊണ്ട് നമ്മൾ ഉച്ചക്കാണ് വന്നത്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ മിസ്സായി. രാത്രിയൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണെന്നാണ് പറഞ്ഞത്. ഇതാണ് നമുക്ക് ഉള്ളിലുള്ള ഒരു ഷോപ്പിംഗ് പ്ലാസ. ഇവിടെയാണ് ഒരുപാട് ഷോപ്പുകളൊക്കെ ഉള്ളിലുണ്ട്. പക്ഷേ നമ്മൾ വന്ന സമയത്ത് എനിക്കറിയില്ല, ഓഫ് സീസൺ ആയിട്ടാണ് എന്താണെന്ന് അറിയില്ല, വലിയ തീരെ ക്രൗഡ് ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഷോപ്പുകളൊന്നും അങ്ങനെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. ഒരുപാടൊക്കെ ക്ലോസ് ആയിട്ട രീതിയിലായിരുന്നു. നല്ല ഇരിക്കാൻ പറ്റിയ, ഈവനിങ്ങിനൊക്കെ വന്ന് നല്ല ചില്ല് ചെയ്തിരിക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലം കൂടിയാണ് ഈ ഈഗിൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ. തൊട്ട് പുറത്തായിട്ട്, കുവാ ജെട്ടിയുടെ പുറത്തായിട്ട് ഇതുപോലെ ഒരുപാട് ഫുഡ് ഷോപ്പുകളും, നമുക്ക് ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കണമെങ്കിൽ 7-Eleven ഉണ്ട്. ഞങ്ങളവിടെ നിന്ന് ചായയൊക്കെ വാങ്ങി കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടു നല്ല രസത്തിൽ അവിടെ ഇരുന്ന് ചില്ല് ചെയ്തു. അതിന് പറ്റിയൊരു അടിപൊളി സ്ഥലം കൂടിയാണ് കേട്ടോ. നമുക്ക് ശരിക്കും ഈവനിങ് ഒക്കെ പോവുകയാണെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ടാണെങ്കിൽ നല്ല രസമായിരിക്കും. അവിടെ ഇരുന്ന് ആ സ്പേസ് ഒക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് പോരുമ്പോൾ നമുക്ക് വേറെ എവിടെ നിന്നും കിട്ടാത്തൊരു സന്തോഷം കിട്ടും.
അപ്പോൾ നമ്മൾ ഈഗിൾ സ്ക്വയറിൽ നിന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോവുകയാണ്. ഇനി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ തേങ്ക ബീച്ച് എന്ന് പറഞ്ഞുള്ളൊരു ബീച്ചാണ്. അത് നമ്മളെ റിസോർട്ടിൻ്റെ അടുത്ത് നിന്ന് 1 കിലോമീറ്ററിൻ്റെ അടുത്തുള്ള ഒരു ബീച്ചാണ്. ഇത് നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന സെനാങ് ബീച്ചിൻ്റെ തൊട്ടടുത്തുള്ളൊരു ബീച്ചാണ്. കമ്പാരിറ്റീവ്ലി വളരെ ലെസ് ക്രൗഡഡ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. വൈകുന്നേരമൊക്കെ വന്നാൽ നമുക്ക് ഫ്രീ ആയിട്ടൊന്ന് നടക്കാനും റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട്. നമ്മളിവിടെ എത്തിയ സമയത്ത് കുറച്ച് പേര് സർഫിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ടു നിന്നു. ഇനി കുറച്ച് വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ സെനാങ് ബീച്ചിലേക്ക് തന്നെ പോവുകയാണ്. സെനാങ് ബീച്ചിലുള്ള മോളിൽ നമുക്ക് ഈ വാട്ടർ ആക്ടിവിറ്റീസിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ അവരോട് സംസാരിച്ച സമയത്താണ് മനസ്സിലായത് ഇന്ന് വേവ് ഭയങ്കര കൂടുതലാണ്, അതുകൊണ്ട് വാട്ടർ ആക്ടിവിറ്റീസ് ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ബീച്ചിൽ പോയി നോക്കിയപ്പോഴും ക്രൗഡൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ നേരെ വേറെ പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നേരെ റൂമിലേക്ക് പോയി ഒന്ന് പൂളൊക്കെ ഒന്ന് എൻജോയ് ചെയ്തു. റെസ്റ്റ് എടുക്കാന്നുള്ള രീതിയിൽ നേരെ പോയി പൂളിലേക്ക് ഇറങ്ങി. അപ്പോൾ കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് പൂളിലൊക്കെ ഒന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ സാധാരണ കാണാത്ത രീതിയിൽ ഒരു ബോട്ട് അതിലൂടെ അങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ആ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നിന്നു. ഇനി ലങ്കാവി ഇല്ല. ഇനി നാളെ തൊട്ട് നമ്മൾ കോലാലംപൂർ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. നമുക്ക് നാളെ രാവിലെ 11 മണിക്കാണ് ഫ്ലൈറ്റ്. ഫ്ലൈറ്റിന് നമുക്ക് ഇവിടെ വളരെ ചീപ്പാണ്. നമുക്ക് ആകെ പെർ ഹെഡ് 2000 രൂപയൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് മലേഷ്യയിൽ എത്തിക്കഴിഞ്ഞാൽ ഉള്ളിലുള്ള യാത്രകളൊക്കെ വളരെ ചീപ്പാണ്. അപ്പോൾ നാളെ കോലാലംപൂരിലേക്കുള്ള കാഴ്ചയായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ഗുഡ് നൈറ്റ്.